എറണാകുളവും തിരുവനന്തപുരവും പോലുള്ള കേരളത്തിലെ പല സിറ്റിയിലെ വെള്ളക്കെട്ട് നമ്മുടെ വൃത്തിയില്ലായ്മ കൊണ്ടാണല്ലോ. അത് ജനങ്ങളിലേക്കാളേറെ സർക്കാരിൻ്റെ വൃത്തിയില്ലായ്മയല്ലേ? വേസ്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്താൽ നമ്മുടെ കാനകളും തോടുകളും അടയുകയില്ല. വേസ്റ്റ് പണമുണ്ടാക്കുവാൻ പറ്റിയ നല്ല സ്രോതസ്സാണ്. അതിന് ജനങ്ങളുടെ കയ്യിൽ നിന്ന് പണം ഈടാക്കേണ്ട ഒരു കാര്യവുമില്ല. പണ്ടൊക്കെ പ്ലാസ്റ്റിക് കവറും പാലിൻ്റെ കവറുമൊക്കെ കൊടുത്താൽ ഇങ്ങോട്ട് പണം ലഭിക്കുമായിരുന്നു. ഇപ്പോൾ നമ്മൾ അങ്ങോട്ട് പണം കൊടുക്കണം. ഇത് എന്തൊരു ദുർവിധിയാണ്. ഈ പണമെല്ലാം ഇടനിലക്കാർ പോക്കറ്റിടുകയും ചെയ്യും. പൊതുജനങ്ങളിൽ വൃത്തി ഉണ്ടാകണമെങ്കിൽ അതിനുള്ള സൗകര്യങ്ങൾ സർക്കാർ ആദ്യമേ ഒരുക്കണം. കൃത്യമായ ഫുട്പാത്ത്, വേസ്റ്റ് ബിൻ, സ്പിറ്റ് ബോക്സ്, അതായത് തുപ്പുവാനുള്ള സൗകര്യം, ടോയ്ലറ്റ് ഫെസിലിറ്റീസ്, ബ്രസ്റ്റ് ഫീഡിംഗ് റൂംസ്, പൊതുസ്ഥലം ക്ലീനിങ് മുതലായവ കൃത്യമായി ചെയ്താൽ മാത്രമേ വൃത്തിയുടെ ആദ്യ പാഠം നമുക്കുണ്ടാക്കുവാൻ സാധിക്കുകയുള്ളൂ. സാധാരണ നമ്മുടെ നാട്ടിലെ പലതും ഉണ്ടാക്കും, പക്ഷേ അതൊന്നും ഒരിക്കലും മെയിൻറ്റെയിൻ ചെയ്യുവാൻ മെനക്കെടാറില്ല. പൊതുവെ കോൺട്രാക്റ്റ് കൊടുക്കുകയാണ് പതിവ്. പക്ഷേ അത് നിരീക്ഷിക്കുവാൻ ഉദ്യോഗസ്ഥരുണ്ട്. അവർ കിട്ടുന്ന കമ്മീഷനും വാങ്ങിച്ച് സുഖമായി ഇരിക്കുകയാണ്. ഇതൊക്കെ നിരീക്ഷിക്കുവാനും നടപ്പിലാക്കുവാനായിട്ടും കോർപ്പറേഷനിലും മുനിസിപ്പാലിറ്റിയിലും പഞ്ചായത്തിലുമൊക്കെ ഹെൽത്ത് കമ്മിറ്റികളുണ്ട്. അവർ കീശ വീർപ്പിക്കുന്നതല്ലാതെ ജനത്തിന് ഒരു പ്രയോജനവുമില്ല. ഇതൊക്കെ നിർത്തലാക്കേണ്ട കാലം പണ്ടേ കഴിഞ്ഞു. നദികളും കടലുമൊക്കെ വൃത്തിയാക്കുവാനായിട്ട് പ്രത്യേകിച്ച് വെള്ളത്തിൽ അടിയിൽ നിന്ന് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കം ചെയ്യുവാൻ സാധിക്കുന്ന ആധുനിക ബോട്ടുകൾ ഇന്ന് പല രാജ്യങ്ങളും പ്രയോജനപ്പെടുത്തുന്നുണ്ട്. നമ്മുടെ രാഷ്ട്രീയക്കാർ കൈക്കൂലി വാങ്ങിച്ചിട്ട് എങ്ങനെ നമ്മുടെ നദികളും പുഴകളും മലിനീകരിക്കാം എന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടായിട്ടും നമ്മൾ പഠിച്ചില്ല. വാട്ടർ ബോഡീസ് മണ്ണിട്ട് പൊക്കി കെട്ടിടമുണ്ടാക്കുന്ന പ്രവണത ഒരു സാധാരണ സംഭവമായി മാറിയിരിക്കുകയാണ്. ഇത് തടഞ്ഞില്ലെങ്കിൽ വലിയ വിപത്തുണ്ടാവും. എത്ര വില കൊടുത്താൽ നമ്മൾ നാശത്തിൽ നിന്ന് മുക്തി നേടുവാനായിട്ട് സാധിക്കുകയില്ല. വെള്ളമൊഴുക്ക് തടസ്സപ്പെടാതെ വാട്ടർ സ്ട്രീംസ് എല്ലാം കൃത്യമായി വെള്ളമൊഴുകുവാൻ അനുവദിച്ചാൽ മാത്രമേ നമ്മുടെ വെള്ളക്കെട്ടിൽ നിന്ന് പരിഹാരമുണ്ടാകുകയുള്ളൂ. ഇതിൻ്റെ ദുർവിധി അനുഭവിക്കുന്നത് സാധാരണക്കാരാണ് എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്.